നമസ്കാരം ഗുരുജി. നമസ്കാരം. നമ്മുടെ ബ്രഹ്മലോകത്ത് നവഗ്രഹങ്ങൾ ഉണ്ട്, എല്ലാ അമ്പലത്തിലും ഉണ്ട്. പക്ഷെ അത് എന്തിനാണ് എല്ലാ അമ്പലത്തിലും അല്ലെങ്കിലും നമ്മുടെ ബ്രഹ്മലോകത്തിലും ഈ നവഗ്രഹങ്ങളെ വെച്ചിട്ടുള്ളത് എന്നുള്ളതൊന്ന് അവരുടെ ഇതൊന്ന് പറയാമോ? ഐതിഹ്യം നവഗ്രഹങ്ങൾ. തീർച്ചയായും നവഗ്രഹങ്ങള് നമുക്ക് ഞാനൊരു ശ്ലോകം കൊണ്ട് തന്നെ അങ്ങ് തുടങ്ങാം. ആയിക്കോട്ടെ. സൂര്യായ ചന്ദ്രായ മംഗളായ ബുധായ ഗുരു ശുക്ര ശനി ഗച്ഛ രാഹവേ കേതവേ നമോ നമഃ. ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എന്തിനാണ് ഇവരെ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ നമുക്ക് സൗരയൂഥം എല്ലാവർക്കും അറിയാം. നമ്മുടെ സൗരയൂഥം എന്ന് പറഞ്ഞതിൻ്റെ ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞു. സൗരയൂഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ സോളാർ സിസ്റ്റം. ഓക്കെ, സോളാർ സിസ്റ്റം നമുക്ക് എല്ലാം അറിയാം. അതെ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണല്ലോ നമ്മൾ ഭൂമിയും. ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഒരു വലിയ ഒരു വലയമാണ് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. അതിലെ ഒരു ചെറിയ ഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരു റൂമിൽ താമസിക്കുകയാണെങ്കിൽ തന്നെ ആ റൂമിന്റെ ഇൻഫ്ലുവൻസ് നമുക്കുണ്ടാവും. ആ റൂം വൃത്തിയാണെങ്കിൽ നമുക്ക് വൃത്തിയാണെന്ന് നമുക്ക് തോന്നും. റൂം ഡേർട്ടിയായിട്ട് കിടക്കാൻ നമ്മൾ പറയുന്നത് ഡേർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനസ്സിലെല്ലാം അതിൻ്റെ ആഘാതങ്ങളുണ്ടാകും. അതുപോലെയാണ് നമ്മൾ ഈ സോളാർ സിസ്റ്റത്തിൽ നമ്മൾ വസിക്കുമ്പോൾ അതിന് ടോട്ടൽ ഒരു ഇൻഫ്ലുവൻസ് നമുക്കുണ്ട്. മനസ്സിലായി? അത് സയന്റിഫിക്കലിയും അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ എക്സ്റ്റെൻറ്റിൽ സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടില്ല. എന്നാൽ നമ്മളിപ്പോൾ വേലിയേറ്റം വേലിയിറക്കം എന്ന് പറയും, ഹൈറ്റായി ലോട്ടായി, അത് സയന്റിഫിക്കലി പ്രൂവ്ഡാണ്. ഭൂമിയിലുണ്ടാകുന്നത് അത് ചന്ദ്രൻ്റെ അല്ലെങ്കിൽ ചന്ദ്ര ഭഗവാന്റെ മൂവ്മെന്റ് കാരണമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ സൂര്യഭഗവാനാണ് ഇതിൻ്റെ സെൻട്രൽ പോയിന്റ്, സോളാർ സിസ്റ്റത്തിൻ്റെ സെൻട്രൽ പോയിന്റ്. അത് ഏറ്റവും വലിയ ഗോളമാണ് സൂര്യൻ. അപ്പോൾ സൂര്യനെ ചുറ്റിപ്പറ്റിയാണ് മറ്റുള്ള എല്ലാ ഗോളങ്ങളും. അതിലൊന്ന് നമ്മൾ ഭൂമി. അപ്പോൾ ഈ സൂര്യനെ എന്തുകൊണ്ട് ഞാൻ പറയാം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ചക്രവർത്തി ഒരു രാജ്യത്ത് രാജാവ് സദസ്സിൽ ഇരുന്നാൽ പോലും ചക്രവർത്തിയാണ് എല്ലാവരും ആദ്യം വണങ്ങുന്നത്. അത് ചക്രവർത്തിയാണ്. അതുപോലെയാണ് സൂര്യൻ. നമ്മുടെ ഈ സൗരയൂഥത്തിന്റെ ചക്രവർത്തിയാണ് സൂര്യൻ. സൂര്യനില്ലെങ്കിൽ സൗരയൂഥം ഇല്ല. നാളെ ഇപ്പോൾ ഇത് സയന്റിഫിക്കലി പറഞ്ഞാൽ എത്രയോ ബില്യൺ ഇയേഴ്സ് കഴിയുമ്പോൾ സൂര്യൻ പോലും ഇല്ലാതാവുകയാണ്. അതായത് പ്രപഞ്ചത്തിലുള്ള എല്ലാം ഒന്നും ശാശ്വതമായിട്ട് നിലനിൽക്കുന്നത്, എല്ലാത്തിനും വന്നു പോകുന്നു. ഇത് തന്നെയാണല്ലോ. അപ്പോൾ സൂര്യനില്ല. അപ്പോൾ സൂര്യനിൽ ഭൂമിയില്ല, മറ്റു ഗോളങ്ങളില്ല. അപ്പം നമ്മൾ അതുകൊണ്ടാണ് ആദ്യം സൂര്യദേവനെ ധ്യാനിക്കുന്നത്, നമ്മൾ ധ്യാനം അർപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ തന്നെ തുടങ്ങാം. നമ്മൾ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. സൺഡേ സൂര്യൻ, മൺഡേ ചന്ദ്രൻ, ട്യൂസ്ഡേ ചൊവ്വ, വെനസ്ഡേ ബുധൻ, തേഴ്സ്ഡേ ഗുരു അല്ലെങ്കിൽ ജൂപ്പിറ്റർ, ഫ്രൈഡേ ശുക്രൻ, സാറ്റർഡേ ശനി, പിന്നെ രാഹു കേതു. ഇതാണല്ലോ നമ്മളിപ്പോൾ നവഗ്രഹങ്ങൾ എന്ന് വെച്ച് നമ്മൾ ആരാധിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇതില് നമ്മൾ ഈ ആരാധന നടത്തുമ്പോൾ നമ്മൾ സത്യത്തിൽ നമ്മൾ ആദ്യം സൂര്യഭഗവാൻ അർപ്പിക്കാതെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഗ്രഹത്തിന് കൊടുക്കാന്ന് വെച്ചോളൂ. അതുകൊണ്ടൊരു വലിയ തെറ്റോ ഉണ്ടോ എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ ഫലം കിട്ടാൻ നമ്മൾ അയോഗ്യരായിട്ട് വരും. നമ്മളൊരു ഫലത്തിൽ ഇതെല്ലാം നമ്മളെല്ലാം ചെയ്യുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിലാണല്ലോ. നമുക്കൊരു ഫലേച്ഛയ്ക്കാണല്ലോ ചെയ്യുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം, ഞാൻ പ്രാർത്ഥിക്കുന്നത് ലോക സമസ്ത സുഖനോ ഭവതു എന്നാണ് പറയുന്നത്. ഞാൻ എപ്പോൾ പ്രാർത്ഥിച്ചാലും ഞാൻ പ്രാർത്ഥിക്കാം. ലോകത്തിലുള്ള എല്ലാവർക്കും, അതിനകത്ത് പൊലിച്ചിട്ട് വൃക്ഷങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട്, മനുഷ്യരുണ്ട്, ചരാചരങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാവരെയും നമുക്ക് സമൃദ്ധിയായിട്ട് കാത്തുരക്ഷിക്കണമേ സൂര്യഭഗവാനെ നാം പ്രാർത്ഥന. അതുപോലെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ സൂര്യദേവന് അർപ്പണം കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ചന്ദ്രദേവന് കൊടുക്കുന്നു, മംഗളദേവൻ അതായത് ചൊവ്വ, ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു വരികയാണ്. അപ്പോൾ ഇവരുടെ ഇൻഫ്ലുവൻസ് നമുക്കുണ്ട്, ഭൂമിയിലുണ്ട് എന്നുള്ളതിന് ആർക്കും തർക്കമില്ല. എന്നാൽ സയന്റിഫിക്കലി എല്ലാം പ്രൂവ് ചെയ്തിട്ടുമില്ല. അപ്പം സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നതോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. അതായത് നമ്മുടെ വിശ്വാസത്തിൽ ഉള്ളത് അതിനപ്പുറം സയൻസ് ഉള്ള ഞാൻ എടുക്കത്തില്ല. കാരണം സയൻസിൽ ഇന്നും പ്രൂവ് ചെയ്യാത്ത പല കാര്യങ്ങളും ഉണ്ട്. ഞാൻ പറയാൻ സയൻസിന് എത്താൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട്.
മനുഷ്യനെ പോലും ഇന്ന് വരെ സയൻസ് ശരിയായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. ഒരു മനുഷ്യൻ അതിനെപ്പോലും കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ സയൻസിനെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് അർത്ഥമില്ലെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതെ. അപ്പോൾ ഈ കാരണവശാൽ നമ്മൾ ഇവരെല്ലാം വണങ്ങുകയാണ്. അതുപോലെ നമ്മളിപ്പോൾ നമുക്ക് പറയത്തില്ലേ, രാഹുകാലമുണ്ടോ, കേതുകാലമുണ്ടോ, ശനിദശയുണ്ടോ എന്നൊക്കെ എന്നോട് ആൾക്കാർ പലരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നുണ്ട്, എൻ്റെ വിശ്വാസത്തിലുണ്ട്, ഇവരുടെ ഇൻഫ്ലുവൻസ് നമുക്കുണ്ടെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. എന്നാൽ ഞാനിതും പറയാറുണ്ട്, രാഹുകാലമുണ്ട്, നമ്മൾ എവിടെയും പോകുമ്പോൾ ഇത് രാഹുകാലമാണ്, പോകാൻ പാടില്ല, ഞാനതിൽ വിശ്വസിച്ചിട്ടില്ല. ഞാൻ പറയുന്നത്, നമ്മൾ ചെല്ലുമ്പോൾ ഞാൻ പോകുന്നത് രാഹുകാലത്താണ് ഇറങ്ങുന്നത്, ഞാൻ രാഹു ഭഗവാനെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണേ, എനിക്ക് വഴി മാറിത്തരണേ, എനിക്ക് തടസ്സമൊന്നും ഉണ്ടാക്കാൻ പാടില്ല. ഞാൻ പ്രാർത്ഥനയാണ്, എൻ്റെ പ്രാർത്ഥനയാണ്. അത് കേതു ആയാലും ശനി ഭഗവാനായാലും ഞാൻ പറയും, ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ എതിർക്കാൻ വരരുത്. പറയാൻ ശ്രമിക്കുക. കാര്യം ഞാൻ ഒരു അർപ്പണം കൊടുത്തിട്ടാണ് പോകുന്നത്. ആരാണ് നമ്മളെ എതിർക്കുക? നമ്മളെല്ലാവരും അതേപോലെ വണങ്ങണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതാണ്. എങ്കിൽ നമുക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുമ്പോൾ ഇതും പറയും, ദൈവത്തിനെ പോലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിനെ വണങ്ങണം, ആരാധിക്കണം. പേടിക്കുന്നത് കുറ്റകൃത്യം ചെയ്യുന്നവരാണ്. ശരിയല്ലേ? ഒരു കള്ളൻ ചിലപ്പോൾ പേടിക്കേണ്ടി വരും, മോഷ്ടാവ് പേടിക്കേണ്ടി വരും, പിടിച്ചുപറിക്കാരെ പേടിക്കേണ്ടി വരും. അവർ തെറ്റ് ചെയ്തു എന്ന് അവർക്കറിയാം. ശരിയല്ലേ? അല്ലാത്തവരെന്തിനാണ് പേടിക്കുന്നത്? അപ്പോൾ ഇവരെ ആരും പേടിക്കരുത്, ദൈവത്തിനെയും പേടിക്കേണ്ടതാണ്. ഞാൻ ദൈവത്തിനെ വണങ്ങണം, ആദരിക്കണം. അപ്പം നമുക്ക് വേണ്ടുന്നതെല്ലാം ദൈവം ചെയ്തു തരുമെന്നുള്ള വിശ്വാസം എനിക്കുള്ളത്. അപ്പോൾ രാഹു ആയാലും കേതു ആയാലും ശനി ദേവനായാലും ഇവരെല്ലാം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തന്നെയാണ് ഇവരുള്ളത്. അപ്പോൾ സൗരയുധത്തിലേക്ക് അത് തിരിച്ചു വരാം. സൗരയുധത്തിൽ നമ്മൾ ഗുരു, അതായത് വ്യാഴം എന്ന ഗ്രഹത്തിനെ നമ്മൾ ഗുരു എന്നാണ് നമ്മുടെ പൂർവികർ, നമ്മുടെ ഇട്ട പേരില്ല, നമ്മുടെ പൂർവികരിട്ട പേരാണ് ഗുരു. അതെന്തിനാണെന്നറിയാം? അതായത് സൗരയുധത്തിലെ ഏറ്റവും വലിയ മാസമുള്ള ഏറ്റവും വലിയ ഗോളമാണ് സൂര്യൻ. അത് കഴിഞ്ഞാൽ ജൂപ്പിറ്ററാണ്. അതായത് അത്ര വലിയൊരു ഗ്രഹമാണ് ജൂപ്പിറ്റർ. ഈ എൻ്റെ മാസ് ഒക്കെ അനുസരിച്ച്, അതായത് ജൂപ്പിറ്ററിൽ സയന്റിഫിക്കായിട്ട് ഇപ്പം ഞാൻ പറയുന്നത് സയന്റിഫിക്കാണ്, 1300 എർത്ത് നമ്മുടെ ഭൂമികൾ കൊള്ളാനുള്ള വ്യാപ്തമുണ്ട് ജൂപ്പിറ്ററിന്. അതുപോലെ തന്നെ ഏതാണ്ട് 1300 ജൂപ്പിറ്റർ കൊള്ളാനുള്ള വ്യാപ്തവും സൂര്യനുണ്ട്. അപ്പൊ ഇതിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഇവരെല്ലാം തന്നെ ഒരു നിമിഷം പോലും റെസ്റ്റ് എടുക്കാതെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സയൻസാണ് നമ്മൾ തന്നെ. കാരണം നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളില്ല. ചിലർ നമ്മളത് സയൻസ് പറയുമ്പോൾ നമ്മളതിനെ എടുക്കുന്നു, വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഇവരാരും സ്റ്റേഷനറി എല്ലാം നമുക്കെല്ലാം അറിയാം, ഒരു കോമൺ സെൻസിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ പൂർവികർ ഈ വ്യാഴത്തിനെ അല്ലെങ്കിൽ ജൂപ്പിറ്ററിനെ ഗുരു എന്ന് പേര്? ഗുരു അതിനൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട് അതിനെ. കാര്യം ഈ ഗുരു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഒരു പ്രൊട്ടക്ടർ, മാർഗദർശി. ഇതാണല്ലോ ഗുരു കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇല്ലേ? അതുപോലെ ഒരു മാർഗദർശി പ്രൊട്ടക്ടറുമാണ് ഈ ജൂപ്പിറ്റർ നമ്മുടെ എതിർത്ത് നമ്മുടെ ഭൂമിക്ക്. അതായത് സൗരയൂഥത്തിൽ കറങ്ങി നടക്കുന്ന അല്ലെങ്കിൽ ചിന്നിച്ചിതറി കിടക്കുന്ന ഉൽക്കകൾ, നമ്മൾ കൊമറ്റ്സ്, വാൽ നക്ഷത്രം നമ്മൾ പറയാറില്ലേ, അത് ചിലപ്പോൾ വഴിതെറ്റി ഭൂമിയിലേക്ക് വന്ന് വെച്ചാൽ ഇവിടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. അത് തടയുന്നത് ജൂപ്പിറ്ററാണ്. അതിലൊന്ന് ജൂപ്പിറ്ററാണ്. ചന്ദ്രനും കൊണ്ട് അതിനൊരു ഒരു റോളുണ്ട്. ചന്ദ്രൻ ഭൂമിയെ കറങ്ങുന്നത് കൊണ്ട് അതിനുണ്ട്. പക്ഷെ അതിലൊക്കെ വലിയൊരു റോളാണ് ജൂപ്പിറ്റർ വഹിക്കുന്നത്. കാര്യം അതിൻ്റെ മാസ്, അതിൻ്റെ ശക്തി അത്രയുമാണ്. പറഞ്ഞില്ലേ? അതുകൊണ്ടാണ് നമ്മൾ ജൂപ്പിറ്ററിനെ വന്ദിക്കുന്നതിന് എന്താ ഗുരു എന്ന് വിളിച്ച് വന്ദിക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടാകില്ല. ഇതാണ് നമ്മൾ ഈ നവഗ്രഹ പൂജ, നവഗ്രഹ ആരാധന കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്. അപ്പോൾ ഇത് വിശ്വസിക്കാത്ത ആൾക്കാർ ഒത്തിരി പേര് എൻ്റെ അടുത്ത് തന്നെ കൗണ്ടർ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്നത് ശരിയാണോ സാധ്യം? ഇങ്ങനെ നവഗ്രഹങ്ങൾ ഇതുകൊണ്ട് ഭൂമിക്ക് കൊണ്ട് നിങ്ങൾ അതിനെ എടുത്തിട്ടുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഇതൊക്കെ ശരിയാണോ? അപ്പോൾ ഞാൻ ചുമ്മാ തമാശ പോലും ചിലപ്പോൾ പറയുമ്പോൾ നമ്മൾ ഇതെല്ലാം അറിയുന്ന ഒരു ഫ്രണ്ട്സും ഒക്കെയാണ്. ഞാൻ പറയാറുണ്ട്, വിശ്വാസമില്ലെങ്കിൽ ചെയ്യരുത്. അപ്പോൾ ഈ ജൂപ്പിറ്ററിനെ എന്തുകൊണ്ട് നമ്മൾ ഗുരു
എന്ന് അഡ്രസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അതെ അതെ. അത് തീർച്ചയായിട്ടും കാരണങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന അർത്ഥം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായി. അപ്പോൾ ഇതെല്ലാം കാരണങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ നവഗ്രഹങ്ങളെ ആരാധിക്കുന്നത്. അപ്പോൾ ചിലരോട് പറഞ്ഞു നവഗ്രഹങ്ങളെ ആരാധിക്കുന്നത് എന്തിനാണ് വാർത്ത നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്ത് ഞാൻ വിശ്വാസം അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്ത് ചെയ്താലും ഒരു കാര്യം ഞാൻ എപ്പോഴും പറയും, പരിപൂർണ വിശ്വാസത്തോടു കൂടിയേ ഏത് കാര്യവും ചെയ്യാം. ഒരല്പം വിശ്വാസക്കുറവുണ്ടെങ്കിൽ അങ്ങോട്ട് പോകരുത്. അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല, ദൈവമില്ല അങ്ങനെ പറയുന്ന ഒരാൾ അമ്പലത്തിൽ പോയി എത്ര പ്രാർത്ഥിച്ചാലും ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഞാൻ പറയുന്നു. അതേസമയം അതീവ ഭക്തിയോടെ അതീവ വിശ്വാസത്തോടെ ദൈവമുണ്ട്, എനിക്ക് മേലിൽ ഒരു ശക്തിയുണ്ട്, അത്രേ ഉള്ളൂ ദൈവം ഉണ്ടെന്ന് പറയുന്നത്. ആ ശക്തി പേരെന്ത് വേണമെങ്കിൽ വിളിച്ചോളൂ. ഞാൻ പറയാറുണ്ട്, എനർജി എന്ന് പേര് വിളിച്ചോളൂ, അള്ളാഹു എന്ന് പേര് വിളിച്ചോളൂ, ഒരു കുഴപ്പമില്ല. നമ്മൾ പറയണം, നമുക്കറിയാം അതെന്താണെന്നുള്ളത്. ഞാൻ പറയുന്നത് നമ്മളിവിടെ ദൈവം എന്ന് വിളിക്കുന്നു, അല്ലെ ബ്രഹ്മാവെന്ന് വിളിക്കുന്നു, അത്രയേ ഉള്ളൂ. വ്യത്യാസം അത്രയേ ഉള്ളൂ, പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, മറ്റുള്ളതൊന്നും വ്യത്യാസങ്ങളൊന്നുമില്ല. അത് നമ്മൾ എല്ലാവരോടും എനിക്കുള്ള അഭ്യർത്ഥന, എല്ലാവരും ഇതൊക്കെ ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥന. നന്ദി. താങ്ക്സ്.